എടാ ഇത് നല്ല കിടിലൻ ത്രെഡ് അല്ലേ? ആ എക്സ് എന്നുകൊണ്ട് ഒരു അൺനോൺ പേഴ്സൺ എവിടെയോ ഇരുന്ന് കുറെ ആളുകൾ നിയന്ത്രിക്കുന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ട ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. മോനെ ഇത് കലക്കും. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ കത്തും. പിന്നല്ലാണ്ട് എനിക്ക് ഉറപ്പാ. പിന്നെ നീ മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടുമെന്ന് ചോദിക്കണേ. നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ കഥാപാത്രം മമ്മൂക്കയെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആടാ പിന്നല്ലാണ്ട്. അതൊക്കെ സമ്മതിച്ച് ഈ ത്രെഡ് എങ്ങാനും നീ എടുത്ത് ഉപയോഗിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മോനെ ഞാൻ ഉറപ്പായിട്ട് ഇത് സ്റ്റേക്ക് കൊടുക്കും, കേസാക്കും. അപ്പൊ നീ ഒന്ന് ചോദിച്ചിട്ട് പറ്റിയാവെന്ന് പറഞ്ഞേക്കും. ഓക്കെ ശരി. ശരി ശരി ശരി. യെസ്. അപ്പൊ ആ കാര്യമായിട്ട്. പക്ഷെ ഈ എക്സിനെ ചന്ദ്രനിൽ പ്ലേസ് ചെയ്യണോ അതോ ചൊവ്വയിൽ പ്ലേസ് ചെയ്യണോ? അതെ അവന്തി വിളിക്കണേ, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റണില്ല. ഇതെന്താ നോക്ക്. എനിക്ക് ചെവിയൊക്കെ ഞാൻ ഇവിടെ സംസാരിക്കുന്നേ. സ്പീക്കറിന് ഇഷ്യൂ ആയിരിക്കും. നോക്ക് നോക്ക്. പറടി. വീട്ടിലോട്ടോ? വീട്ടിലേക്ക് തന്നെ പോയാൽ കൊള്ളാം. അതോ വീട്ടിൽ നിന്ന് മറ്റേ നീ ശ്യാമിന്റെ ഒപ്പം ഇറങ്ങാൻ പോണേണോ? ശരി, ഞാൻ അമ്മാന്റെ അടുത്ത് പറഞ്ഞേക്കാം. ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല, വെച്ചിട്ട് പോ. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് മര്യാദ കേൾക്കാലോ. കേട്ടൂടാ, അതാണ് പറഞ്ഞത്. എന്തായാലും കംപ്ലൈന്റ് നോക്കാൻ ഒരു കംപ്ലൈന്റും ഇല്ല. അമ്മാവന്റെ ഫോൺ നല്ല രീതിയിൽ തന്നെ. പിന്നെ അവന്തി ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ല, നേരെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു, നാളെ വരാന്ന് പറഞ്ഞു. പറയാൻ പറഞ്ഞു. ഇതിനെന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ അവളുടെ അടുത്ത് സംസാരിച്ചല്ലേ. നന്നാക്കണോ? അത് ഒന്നും ചെയ്യണ്ട. അമ്മ പിടിച്ച് പിടി പിടി. എന്റെ പണി ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയ്ക്കാണ് അമ്മാവനെ. എന്തൊരു കഷ്ടം. ഒന്നും മിണ്ടായിരിക്കും. ഞാനേ ഒരു അത്യാവശ്യമായിട്ടൊരു കിടിലൻ ത്രില്ലർ സംഭവം എഴുതിക്കൊണ്ടിരിക്കും. അത് മമ്മൂക്കനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ. സിനിമ ത്രില്ലർ മമ്മൂക്കെ കൊണ്ട് അഭിനയിപ്പിക്കാൻ. അതുകൊണ്ട് അമ്മ പോയ കുറച്ച് സീരിയസ് മാറ്റർ ആണ്. എന്താ മാവ എനിക്ക് മമ്മൂട്ടിനെ കൊണ്ട് അഭിനയിപ്പിച്ച? പഴംപൊരി തിന്നിട്ട് അതിന്റെ എണ്ണ ഈ പേപ്പറിൽ തുടച്ചാൽ കളയും. അമ്മാവനൊന്നും ഞാൻ നോക്കത്തില്ല. എന്നെ കളിയാക്കുന്ന മമ്മൂട്ടി. എന്നെ മമ്മൂട്ടി എന്താ ഞാൻ ചെയ്യിപ്പിക്കുന്നേ? ചിരിക്കാണ്ടിരിക്കാൻ മാവാ. അങ്ങനെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണമെന്നൊക്കെ ശരി തന്നെ. അതുകൊണ്ട് നിന്നെ പോലെ ആർക്കും കിട്ടൂല. ചിരിക്കാണ്ടിരുന്നോ മാവ? എന്റെ ടെമ്പർ തെറ്റുണ്ട്. നന്നാക്കി തരണല്ലേ? ഇല്ല. അല്ലെങ്കിൽ ഇവിടെ ഒരാൾക്കും ഉണ്ടല്ലോ തലയിൽ ആൾതാമസമില്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോലും പോയിട്ട് ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. ഞാനേ സമാധാനത്തിന്റെ പാതയിൽ പോയിരുന്ന് എഴുതിക്കോളാം. അതെ, നിനക്ക് ഫോണിന്റെ സെറ്റപ്പ് അറിയാമോ? നന്നാക്കാൻ വല്ല അറിയാമോ? അവിടെ നിന്ന് ഫോൺ ചെയ്യുമ്പോഴേ എനിക്കൊന്നും കേൾക്കാൻ പറ്റണില്ല. സൗണ്ട് ഇല്ല ഇതില്. കാലനാ ഇത് ഫോണ്. നോക്കട്ടെ. അതെ, എന്തോന്ന് ഇങ്ങനെ കുലുക്കണേ? ഇതെന്തോ കുലുക്കി സർവത്താ? അമ്മാവ ഇങ്ങനെ ചെയ്താലേ ഫോൺ ശരിയാവുള്ളൂ. ഇങ്ങനെ ചെയ്താലേ ഫോൺ ശരിയാവുള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം. ഒരു മിനിറ്റ്. ഇനി അമ്മാവൊന്ന് നോക്കി വെക്കേ. ഞാനേ വിളിക്കേപ്പ. എടുക്ക. ഹലോ ഹലോ ഹലോ, കേക്കുന്നില്ലേ? ചെറുതായിട്ട്. ഇത്ര അടുത്തോണ്ട് കേക്കുന്നില്ലെന്നോ? ചെറുതായിട്ട്. ഒന്നുകൂടെ നോക്ക്. ഹലോ. ഇല്ല, നീ അടുത്ത് വന്നേ. അമ്മാ നീ അടുത്തു വാ. തിരി. ഹലോ, കേക്കുന്നുണ്ടോ? ഹലോ, കേക്കുന്നുണ്ടല്ലേ? അമ്മാവന്റെ ഫോണിനല്ല കുഴപ്പം. അമ്മാവന്റെ ഫോണിനല്ല കുഴപ്പം. പിന്നെ ഇന്നലെ ബോംബ് പൊട്ടിയില്ലേ? അപ്പൊ ചെവി അടിച്ചു പോയെന്നാ തോന്നുന്നേ. അയ്യോ, അപ്പൊ ഇനി എനിക്ക് ചെവി കേൾക്കൂലേ? പിന്നെ ഞാൻ എങ്ങനെ ഫോണൊക്കെ ചെയ്യും? പേടിക്കണ്ട, ഇപ്പഴത്തെ ചെവി തൽക്കാലം വെച്ച് സംസാരിക്ക്.
ഇതാ ഈ ചെവിയില്. രണ്ടും ഒരുപോലെ തന്നെ. ആണോ? ആ 2 ദിവസത്തിനുള്ളിൽ ശരിയാകുമായിരിക്കും. രണ്ടാ? ആ പണ്ട് എന്റെ ചെവി ഇതുപോലെ പോയായിരുന്നു അടിച്ച്. ആണോ? അപ്പൊ 2 ദിവസത്തിനുള്ളിൽ ശരിയായിരുന്നു. എങ്ങനെ ബോംബ് പൊട്ടിയതാ? അല്ല, പിന്നെ ഒരുത്തൻ എന്റെ ചെവിക്കിട്ട് അടിച്ചതാ. നന്നായി നന്നായി. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തൽക്കാലം 2 ദിവസം നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ശരിയായില്ല നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോവാ. ശരി. അപ്പൊ ഈ ചെവി കേട്ടാ, ഇത് ഈ ചെവി ഇതും കേട്ടൂടാ, രണ്ടും കേട്ടൂടാ. രണ്ടും കേട്ടൂടെ? തൽക്കാലം എന്നാ അമ്മാവ ഇവിടെ ഇരിക്ക്. പിന്നെ അമ്മാവ എന്നാ എക്സിനെ കാണാൻ പോണേ? അതെ ആദ്യം ചെവി ഒന്ന് ശരിയാവട്ടെ എന്നിട്ട് പോവാ. പുള്ളിനെ കണ്ടുപിടിക്കാൻ പോകുമ്പോഴേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോവാ കേട്ടാ? ശരി. എന്തുവായിരുന്നു എഴുതുന്ന എവിടെ? പണ്ടാരം കേറി വന്നോട് ഇവിടെ സമാധാനമില്ല. എന്താ പറഞ്ഞു കേട്ടില്ല. നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഞാനിപ്പോ എന്ത് പറഞ്ഞു? എന്താ എഴുതുന്നല്ലേ ചോദിച്ചോളൂ എന്റെ അടുത്ത്. എന്റെ അടുത്ത് ഒന്നും ചോദിക്കണ്ട, ഞാൻ കുറച്ച് കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കണത്. എന്റെ അടുത്ത് കയറി വർത്താനം പറയണ എന്തിനാ? എന്താണ് ഇതിന്റെ പ്രശ്നം? ചേടാ നിനക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ലേ? സ്വന്തം കാര്യം നോക്കി പോക്കൂടെ? ഞാൻ സ്വന്തം കാര്യം തന്നെയാ നോക്കുന്നത്. കുളിച്ചിട്ട് വരുന്ന കണ്ടില്ലേ? എന്നാ മിണ്ടാണ്ട് അവിടെ എന്നാ മതി. എടി, ഒരാൾക്കൊരു കാര്യം പറയാൻ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോ എന്തിനാടി ഇങ്ങനെ വന്ന് എത്തി നോക്കണത്? അതെ, പറയാൻ പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കലാണല്ലോ എന്റെ ജോലി. ഓ, ഇതാണ് നിന്റെ ജേർണലിസം പരിപാടി അല്ലേ? എടി ഇനിയും കാണണ്ട. നിനക്ക് ഒരു ലേശം ഉൾപ്പണ്ട? ഇല്ല. എങ്ങനെ ഉണ്ടാവും മനസ്സിങ്ങനെ? എന്തുവാടി? എടി ഭയങ്കരേ. എടി നീ എന്റെ ഷാമ്പു എടുത്തിട്ടാണ് അടി കുളിച്ചത്? അല്ല, ഞാൻ എന്റെ ഷാമ്പു എടുത്ത് കുളിച്ചത്. എടി പച്ചക്കളം പറഞ്ഞൊരു നോണച്ചി, ഇത് എന്റെ ഷാമ്പൂവിന്റെ മണമല്ല. എടി എന്റെ ഷാമ്പു ചേർന്നപ്പോ ഇച്ചിക്കോല എടുത്തോളൂ. എന്തിനാ ഇത്രയും? ഇപ്പഴല്ലേ മനസ്സിലായത്. എടി ഓരോ ദിവസം ചെന്ന് നോക്കുമ്പോഴേ ആ ബോട്ടിലിന്റെ അളവത്തെ ഇതിങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ കളനെ പിടിച്ച് നീ ആണല്ലേ ഞാൻ വെറുതെ ഇത്രയും ദിവസം ഇരുന്ന് ആലോചിച്ച അവന്തി അങ്ങനെ എടുത്ത് കുളിച്ചാണോന്നാ. ഞാൻ ഇത്തിരി എടുത്തു. ഇത്രയുള്ള മുടിയല്ലുള്ള എനിക്ക്, അതിനാണ് ഇത്രയും കണക്ക് പറയുന്നത്. എടി ഞാൻ കണക്ക് പറയടി, നിന്റെ മുടി ഇത്തിരി ഉള്ളൂ. മത്തങ്ങ തലയും കൊണ്ടിട്ടല്ലേ നീ നിക്കുന്നേ? പതപ്പിച്ചത് കൊണ്ട് കളഞ്ഞല്ലേ എടുത്തേണ്ടി. മര്യാദക്ക് എനിക്ക് പുതിയ ഷാമ്പു വാങ്ങിച്ചാ. എങ്ങനെ? എനിക്ക് പുതിയ ബോട്ടിൽ ഷാമ്പു വാങ്ങിച്ചാലും. എന്റെ ഷാമ്പുവിന്റെ വില എത്ര നിനക്കറിയോ? അത് നല്ല കോസ്റ്റ്ലി ഷാമ്പു ആണ് വിത്ത് ഹൈ പ്രോട്ടീൻ. വില എത്ര ആയാലേ ഒരു ഇത്തിരി എടുത്താലും എനിക്ക് വാങ്ങിച്ചു തരാനൊന്നും പറ്റത്തില്ല. മനസ്സിലിരിപ്പ് കൊള്ളാലോ നിന്റെ. നീ വീണ്ടും ഒരു ഇച്ചിരി എന്ന് പറയണ എന്തിനാ? എടി നീ തന്നെ എടുത്തിട്ടല്ലേ ഇപ്പൊ കുറഞ്ഞത്? ഇത് നീ മേലെ കുളിച്ചത് കൊണ്ടാണ്. ദശാരും ഞാൻ പറഞ്ഞു ഇത്തിരി എടുത്തിട്ടുള്ളൂ, അത് ഇപ്പഴേ എടുത്തിട്ടുള്ളൂ. വേറെ ആരെങ്കിലും എടുത്ത് എന്നെ പറയാൻ നിൽക്കണ്ട കേട്ടോ. വേറെ ആരും എടുത്തിട്ടില്ല. എടി നീ ആ സാധനം കൊണ്ടല്ലേ തല കുടിച്ചത്. എനിക്ക് ഇനി അത് തിരിച്ചു തരണ്ട, നീ അത് എടുത്തോ ദാനം. അയ്യടാ, പൊട്ട മണല ഷാമ്പു ആർക്ക് വേണം? ചുമ്മാ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നു. 2 രൂപയുടെ ഷാമ്പു ആയിരിക്കും അത്. എടി തെണ്ടി, എടുത്ത് ഉപയോഗിച്ചതും പോരാ, നിനക്ക് ഉളുപ്പുണ്ടോ? എനിക്ക് ഉളുപ്പ് പണ്ടേ ഇല്ലടി. എന്താ ഇവിടെ പ്രശ്നം? അല്ല ഇപ്പൊ നിന്നെ ആരും കൂടെ വിളിച്ചത്? ഇവിടെ എന്ത് പ്രശ്നം? നിനക്കെന്താ? എന്താടി എന്നെ പ്രശ്നം? എന്റെ പൊന്ന് സ്റ്റെഫി, എന്റെ ഷാമ്പു നിർമ്മിച്ചിക്കോള ഷാമ്പു ഇവളുടെ എടുത്ത്. അതിനാണ് ഇവിടെ കിടന്ന് തൊള്ള തുറക്കുന്നത്. ഇങ്ങനെയുണ്ടോ കഞ്ഞിത്തരം? നിന്നെ ആരോട് ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പറ. അമ്മാവന്റെ കേൾവി ശക്തി പോയി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നിനക്കെങ്ങനെ മനസ്സിലായി? അമ്മാവൻ താഴെ എന്റെ റൂമിലേക്ക് വന്നായിരുന്നു. അപ്പത്തേക്കാണെങ്കിൽ ഇന്നലത്തെ ബ്ലാസ്റ്റ് അമ്മാവന്റെ ചെവിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് കള്ളമൊക്കെ പറഞ്ഞ് അമ്മാവനെ സമാധാനിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ഉടനെ കൊണ്ടുപോയില്ലെങ്കിൽ കാര്യം ക്രിട്ടിക്കലാവും. അയ്യോ, അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് ഫോൺ തന്നിട്ടും സംസാരിക്കാനൊക്കെ പറഞ്ഞത്. അത് തന്നെ. സന്തോഷമല്ല, സമാധാനമല്ല. നീ ഒറ്റ ഒരുതിയാണോ അമ്മാവൻ ഈ അവസ്ഥ വന്നത്? അവിടെ യൂട്യൂബ് കാണിക്കലും എന്തിനാണ് അമ്മാവൻ നിങ്ങൾ സ്ക്രൂ കയറ്റിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിപ്പിക്കണേ? എവിടെ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വിചാരിച്ചിട്ട് ചെയ്തൊന്നും അല്ലല്ലോ. അതെ,
രണ്ടും ഇവിടെ നിന്ന് തല്ലുകൂടി കഴിഞ്ഞാൽ കാര്യത്തിലൊരു തീരുമാനം ആകത്തില്ല. ഉടനെ അമ്മാവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണം നമുക്ക്. ബാ എന്നാ. നമ്മുടെ ഈ അവന്തിനെ വിളിച്ചിട്ട് ഏതാ നല്ല ENT ഉള്ളതെന്ന് ചോദിച്ചു നോക്കിയേ. ചെല്ലടി. ഇവിടെ ഉണ്ടായിരുന്നല്ലയോ? ഇതെന്തോന്നിത്? ചേട്ടാ, ജയേട്ടാ, ചേട്ടാ. എന്തോന്നേ? ഇല്ല, ഞാൻ എത്ര പറഞ്ഞിടന്ന് വിളിക്കുവാ. എന്റെ തൊണ്ട കഴിച്ച്. ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ മനുഷ്യന്. ആഹാരം കഴിച്ചില്ലെന്ന്? ആഹാരം കഴിച്ചില്ലെങ്കിൽ നീ വീട്ടിൽ പോയി കഴിയടേ. അത് പറയാൻ വേണ്ടി ഇത്രയും ദൂരം പറഞ്ഞത്. അവിടെ സാധനങ്ങളൊക്കെ അല്ലേ ഉണ്ടായി കഴിക്കണം. ആഹാരോ? അതിനോട് ആഹാരത്തിന്റെ കാര്യം ആര് പറഞ്ഞു? എടാ ചേട്ടാ, എന്നെ കളിയാക്കിയാന്ന് എനിക്ക് മനസ്സിലായി. കളിക്കവളെ നീ എന്തിനു പോണത്? കളിക്കവിളയോ? കൂടുതൽ കളിക്കല്ലേ ചേട്ടാ. ആര് വിളിച്ചെന്ന്? നിന്നെ ആരും വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. എന്തോ നീ പറയുന്നേ? മതി. മടി എനിക്കല്ല, നിനക്കാണ്. അതുകൊണ്ടല്ലേ വീട്ടിൽ ആഹാരം കഴിക്കാതെ ഇവിടെ വന്ന് പറയണത് എന്റെ അടുത്ത്. എന്റെ ദൈവം, ഇങ്ങർക്ക് വട്ടായെന്നാ തോന്നുന്നേ. പട്ട ഞാനല്ല, നിന്റെ അപ്പായി മണിയാണ്, കുപ്പിമണി. അയാളാണ് പട്ട ഓടിക്കുന്നത്. നീ വെറുതെ ഇവിടെ നിന്ന് ഇതാ, എനിക്ക് ഇറങ്ങി പോകങ്ങോട്ട്. ഓ, എനിക്ക് മനസ്സിലായി. നിങ്ങളെ എന്നെ ഒഴിവാക്കാനല്ലേ ഈ പൊട്ടം കളിക്കുന്നേ? വല്ല പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറ. ഞാൻ വാ തുറന്നു തന്നെയാ പറയുന്നേ. എന്തുവാ? എന്തോ നിന്റെ അമ്മാവന്റെ ഉദ്ദേശം എന്ന് ചോദിക്കേ. എന്തു പറ്റി? ഇങ്ങർക്ക് എന്നെ വേണ്ട. എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുവാ. എടേ, നീ ഇങ്ങനെ കുണുകുണുകുണുകുണാന്ന് പറയാതെ വല്ല പറയണമെന്നുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കി പറ. കേക്കിട്ട് മനുഷ്യർക്ക് കേൾക്കുന്ന ഭാഷയെ പറ. കേട്ടോ, ഞാൻ അതിനു വേണ്ടി എന്തോ തെറ്റായിട്ട് ചെയ്തേ. ഞാൻ പോവാ. പോ, പെട്ടെന്ന് പോ. മഴ വരണതിന് മുമ്പ് പോ. അത് മാത്രം നന്നായിട്ട് കേട്ടല്ലോ. ഈ കാര്യം പറയണ്ടേ? വേണ്ട, ഇപ്പൊ പറയണ്ട. ഇപ്പൊ പറഞ്ഞാൽ രുക്ക് വിഷമിക്കൂടാ. അല്ല പിന്നെ ഇവിടെ മിസ്റ്റേഴ്സാണ് ഇങ്ങനെ മാറുന്നേ. അതൊക്കെ നമുക്ക് മാറ്റാം. ആദ്യം ഡോക്ടറിന്റെ ഒരു കാര്യം എന്താന്ന് ചോദിക്കാം. എടി സ്റ്റെഫി, അതെ വന്നേ. അതെ, നിങ്ങൾ എല്ലാരും കൂടി എവിടെ പോവാ നിക്കണത്? ഓ അതോ, ദേ ഇവളുടെ ചെവിക്ക് എന്തൊരു പ്രശ്നം. അപ്പൊ നമുക്ക് പോയി ENT ഒന്ന് കാണിക്കാം. അമ്മ കൂടെ വരുമോ? ചീനിക്കിഴങ്ങ് വാങ്ങാനാ? ചന്തയിലാ? ഞാൻ കൂടെ വരാം. അല്ലെങ്കിൽ അവന്മാർ നിങ്ങളെ പറ്റിക്കും. ചക്കയെന്ന് പറഞ്ഞ ചുക്ക് കൊണ്ടുപോകുമ്പോ അല്ല, എല്ലാരും കൂടെ എന്തിനു കിഴങ്ങ് വാങ്ങിക്കാൻ പോണത്? അതൊക്കെ പറയാമോ? അമ്മ വന്നേ. പോയിട്ട് വരാം. ബാ, നീ വരാൻ. എന്തോന്നത്? അല്ല, നമ്മളെ ചന്തയിൽ കിഴങ്ങ് വാങ്ങിക്കാൻ പോണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനു ഇവിടെ വന്നേ? അമ്മാവാ, കിഴങ്ങ് വാങ്ങാൻ അല്ല, ചെവി കാണിക്കാൻ ഡോക്ടറിനെ. എന്റെ ചെവി കാണിക്കാനാ? ശരിയാവോ? അമ്മ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഓക്കെ. സമയം പോകുന്ന കേൾവി കുറഞ്ഞോണ്ടിരിക്കുക. നീ വാങ്ങിത്തീ പറ. എല്ലാം ഓക്കെ ആകും. ഓക്കെ. ചായ കുടിക്കാനാ? ഇത് കഴിഞ്ഞിട്ട് പോയി കുടിക്കാം. മിണ്ടാണ്ടിരിക്കോ? മിണ്ടാണ്ടിരിക്കാൻ. ഡോക്ടർ എന്ന് ഇതെന്താ 4 പേരും കൂടി? ഡോക്ടറെ, ഞാൻ അമ്മാവനെ കൊണ്ട് വന്നതാ. നിങ്ങൾ രണ്ടുപേരും? ഞങ്ങളും അമ്മാവനെ കാണിക്കാനാണ് ഡോക്ടർ വന്നത്. ഇവിടെ ഒരാൾ ഇരുന്നാ മതി, ബാക്കി എല്ലാവരും പുറത്ത് നിൽക്കാം. എന്നൊരു കാര്യം ചെയ്യും, ചാരും ടിനെയും വെളിയിൽ നിൽക്കുക, ഞാൻ ഡോക്ടറെ അമ്മാവനെ കാണിക്കാം. അയ്യടാ, അതെങ്ങനെ ശരിയാണത്? ഞാൻ എന്റെ അമ്മാവനെ കാണിച്ചോളാം, രണ്ടും കൂടി പുറത്തു നിന്നാ മതി. പിന്നെ ഞങ്ങൾ നിൽക്കും. ഒരു കാര്യം ചെയ്യ്, 3 പേരും ഇവിടെ നിൽക്കേ, എന്നാ പ്രശ്നം തീർന്നല്ലോ. താങ്ക് യു ഡോക്ടർ. പറയൂ, ആർക്കാ എന്താ പ്രശ്നം? അത് പിന്നെ ഡോക്ടർ ഞാൻ പറഞ്ഞോളാം. ഡോക്ടറെ, ഇത് ഞങ്ങളുടെ അമ്മാവനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാൻ നോക്കി. പെട്ടെന്ന് അതൊന്ന് ബ്ലാസ്റ്റ് ആയി പൊട്ടിത്തെറിച്ചു. ആ സമയത്ത് അമ്മാവന്റെ കേൾവി ഒന്ന് ചെറുതായി ഇപ്പൊ കുറഞ്ഞോണ്ടിരിക്കുക. ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണേ. നിങ്ങളിത് പോലീസിൽ അറിയിച്ചില്ലയോ? പോലീസിൽ എന്നാ അറിയിക്കുന്നത്? ഇയാൾ എന്തോ ഉണ്ടാക്കിയത് പൊട്ടിത്തെറിച്ചെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇയാളൊരു ടെററിസ്റ്റ് ആയിരിക്കില്ലേ? ബോംബോ മറ്റോ എന്തോ അല്ലേ പൊട്ടിത്തെറിച്ചത്? ഈശ്വര, ടെററിസ്റ്റോ? ഡോക്ടർ എന്തോന്നൊക്കെ പറയുന്നേ? എന്റെ പൊന്നു ഡോക്ടറെ, അമ്മാവൻ ബോംബൊന്നുമല്ല ഉണ്ടാക്കിയത്, അമ്മാവൻ മെറ്റൽ ഡിറ്റക്ടറാണ് ഉണ്ടാക്കിയത്, അതാണ് പൊട്ടിത്തെറിച്ചത്, അല്ലാതെ ബോംബൊന്നുമല്ല. ഓ, പിന്നെ ഇത് ആദ്യമേ പറയണ്ടേ? ഡോക്ടർ ആള് കൊള്ളാലോ, വെറുതെ മനുഷ്യരെ ചുറ്റിക്കാനായിട്ട്. ഞാൻ ആദ്യം പട്ടാളത്തിലായിരുന്നു. അപ്പോൾ ഈ ബ്ലാസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് തീവ്രവാദികളെയാണ്. ഡോക്ടറെ, തൽക്കാലം അതൊന്നും ആലോചിക്കാണ്ടേ അമ്മാവനൊന്ന് എക്സാമിൻ ചെയ്. ഇതൊന്നും എങ്ങനെ നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന് വരും, ഇവിടെ ഇരിക്കെ. എനിക്ക്
എന്തെങ്കിലും സൗണ്ട് കേൾക്കാമോ? സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ദൂരെ ദൂരെ കേക്കണ്, ദൂരെ. ഡോക്ടർ അമ്മ ഇയർ സെൽ ഡാമേജ് ആണെന്ന് തോന്നുന്നു. അയ്യോ ഞാൻ സ്കാനിങ്ങിന് എഴുതാം, സ്കാൻ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ കുറച്ച് മരുന്ന് എഴുതാം, ഇയർ ഡ്രോപ്സ്. അത് നിങ്ങളൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെ ചെയ്താൽ ശരിയാവോ ഡോക്ടർ? ശരിയാവും, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഡോക്ടർ ഓപ്പറേഷനോ? അതൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആവില്ല ഡോക്ടർ? 1,00,000 രൂപ വേണ്ടി വരും. അത് നിങ്ങളൊന്ന് കരുതി വെക്കേ. ഡോക്ടർ എന്തായാലും ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നേക്ക്. ഞാൻ പ്രിസ്ക്രൈബ് എഴുതാം. നിങ്ങൾ ആ തുള്ളി മരുന്ന് 3 നേരം ഒഴിക്കണം, രാവിലെ, ഉച്ചയ്ക്കും രാത്രിയും. ഓക്കെ ഡോക്ടർ. എന്നിട്ട് നമുക്കത് നോക്കാം. ശരി. അതെ, അടുത്ത ആഴ്ച പോവാന്ന് പറഞ്ഞേ. ഇതാണോ അതാണോ? ഹലോ, നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു? അതിന് നീ ഏതാ? നീയോ? ആദ്യം കാണുന്ന ആരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങളെ കാട്ടി പ്രായം കൊണ്ട് മൂത്താ ഞാൻ. അതിന് നിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിന്റെ പ്രായം പറയുന്നത്? അതെ. അപ്പൊ എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ലൂക്കോസ്. ഗ്ലൂക്കോസോ? ഗ്ലൂക്കോസ് അല്ല, ലൂക്കോസ്. എനിക്ക് 27 വയസ്സുണ്ട്. എക്സ് പറഞ്ഞിട്ട് വരുവാ. അയ്യേ, എക്സ് പറഞ്ഞിട്ടോ? എക്സിനെ പറ്റി ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഇയാളെ കണ്ടത്തെ അതെല്ലാം പോയി. എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ഒരുപാട് കഴിവുകളുള്ളതാ. ഒരുപാട് കഴിവുണ്ടോ? എന്നാ നിങ്ങൾ കയ്യിൽ വെച്ചോ. ഇയാൾ ആദ്യം വന്ന കാര്യം പറ. എക്സ് ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ കവർ നിങ്ങൾക്കാണ്. അല്ലേലേ ഞങ്ങൾക്ക് ഇവിടെ 100 കൂട്ടം പ്രശ്നമുണ്ട്. ഇയാളൊന്ന് പോയേ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള പൈസ എക്സ് നിങ്ങൾക്ക് തരും. അയ്യോ, നമുക്കൊന്നും വേണ്ടേ, പോവാനല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല? ഇല്ല. നീ ആര്? ലൂക്കോസ്. ലൂക്കോസ് പിക്കാസാ? പിക്കാസ് എന്ന മാറ്റൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. പോ പോ. ഈ പിക്കാസും നമ്മാട്ടിയൊക്കെ വിൽക്കാൻ വരണവന്മാർ ഇപ്പൊ ഇങ്ങനെയാ പറഞ്ഞേ. എന്ത് കഥയാണ്. വാ കേറാം നമുക്ക്. അമ്മാവന്റെ കേൾവി ശരിയായ മതിയായിരുന്നു. ടീനെ, നീ എന്തോന്നാ ആലോചിക്കുന്നേ? എടി, എന്നാലും ആ എക്സ് നമുക്ക് എന്ത് ജോലിയായിരിക്കും തരാൻ ഉദ്ദേശിക്കണേ? നിനക്ക് ചിന്തിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? നീ എന്തിനാ എക്സിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കണേ? എനിക്ക് ആ പേര് കേൾക്കുമ്പോ തന്നെ ദേഷ്യം കയറുവാ. എടി, നീ ചൂടാവല്ലേ? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള ക്യാഷ് തരും എന്നല്ലേ അയാൾ പറഞ്ഞു വിട്ടത്. അപ്പൊ നിനക്ക് പൈസ വേണോ അല്ലേ? ചെല്ല്, പോയി ചോദിക്ക്. എന്താന്ന് വെച്ചാ ചെയ്യും. പ്രശ്നത്തിൽ പോയി ചാട്, ചെല്ല്. എടി, നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഗുണമല്ലേ എടി? എന്റെ പൊന്നു മോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പൈസയുടെ കാര്യം പറയുമ്പോ തന്നെ ഈ എടുത്തുചാട്ടം ഉണ്ടല്ലോ, അതാണ് നിന്റെയൊക്കെ ഈ പ്രശ്നം. അമ്മാന്ന് അനുഭവിക്കുന്നത് കണ്ടല്ലോ, അതുകൊണ്ട് മിണ്ടാണ്ട് ഇവിടെ ഒന്ന് കിടക്കാൻ നോക്ക്. എക്സും കുറെ പൈസയും കുറെ പിള്ളേരും. എന്താടി? ഒന്നുമില്ല.